ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. പ്ലാസ്റ്റിക് കുപ്പി ബസ്സിൽ വെച്ചതിന്റെ പേരിൽ KSRTC ഡ്രൈവറെ സ്ഥലം മാറ്റാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബിന്നിലാണ് വിവരങ്ങളുമായി ചേർത്തത്. ബിന്നിൽ, സമൂഹത്തിൽ നിന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ പല നടപടികളെക്കുറിച്ചും ഇത് ഓവർ ആക്ഷനാണ് എന്ന വിമർശനം ഉയർന്നിരുന്നു. അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു KSRTC ബസ്സിന്റെ മുൻഭാഗത്ത് ചില്ലിനോട് ചേർന്ന് വെള്ളം കുടിക്കാനുള്ള കുപ്പി കണ്ടതിനെ തുടർന്ന് ഇടപെടുകയും ഒരു തരത്തിൽ ഷോ ഓഫ് എന്ന് പറയാൻ കഴിയുന്ന കാര്യം കാണിക്കുകയൊക്കെ ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ചാനലുകളിൽ വാർത്തയും വന്നിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടപടി പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശം? ഇത് ആര് കൊടുത്ത ഹർജിയാണ്? അഭിലാഷ്, KSRTC ബസിന്റെ ഡ്രൈവറായിരുന്ന ജെയ്മോൻ ജോസഫാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ജെയ്മോനെ പുനലൂർ ഡിപ്പോയിൽ നിന്ന് തൃശ്ശൂരിലെ പുതുക്കാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ആ സ്ഥലമാറ്റ ഉത്തരവ് ചോദ്യം ചെയ്താണ് ജെയ്മോൻ കോടതിയിലെത്തിയത്. ഇന്നലെ തന്നെ ഇതിൽ വിശദമായി വാദം നടന്നിരുന്നു. രാത്രിയിൽ കോടതി ഈ ഉത്തരവും പുറത്തിറക്കി. അതിന്റെ ഒരു പ്രത്യേക കാരണം എന്നത് ഇന്ന് ജെയ്മോന് പുതുക്കാട് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഉത്തരവ് രാത്രി വൈകി പുറത്തിറക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ട്രാൻസ്ഫർ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ്. അതായത് പ്ലാസ്റ്റിക് കുപ്പി ബസ്സിൽ സൂക്ഷിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ സ്ഥലം മാറ്റം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന പേരിലാണ് ഈ സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഒരു ഡ്രൈവറെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു നടപടിക്രമം എന്ന രീതിയിലാണ് ഈ സ്ഥലമാറ്റം നടന്നിരിക്കുന്നത്. പക്ഷേ അതിന് പിന്നിലുള്ള കാരണം ഈ ഗതാഗത മന്ത്രി ഈ വാഹനം തടഞ്ഞ് പരിശോധിക്കുകയും അതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തതിന് ഈ ഡ്രൈവറെ അടക്കം ശകാരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പേരിലാണ് ഈ നടപടി എന്നതാണ് ജെയ്മോൻ ജോസഫ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ കാര്യത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിച്ചതിന്റെ പേരിൽ ഈ നടപടി ശരിയല്ല എന്നതാണ് കോടതി വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം വാദത്തിനിടയിൽ തന്നെ കോടതി ചോദിച്ചിരുന്നു, ഒരു പ്ലാസ്റ്റിക് കുപ്പി ഒരു വെള്ളം കുടിക്കാനുള്ള കുപ്പിയാണല്ലോ സൂക്ഷിച്ചിരുന്നത്, അല്ലാതെ മദ്യക്കുപ്പി അല്ലല്ലോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അമിതാധികാര പ്രയോഗം പല കാര്യങ്ങളിലും നടക്കുന്നു എന്ന വിമർശനം അദ്ദേഹത്തിന്റെ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിൽ കൂടി ഒരു തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഈ ഡ്രൈവറെ സ്ഥലം മാറ്റിയത് ശരിയല്ല, അത് റദ്ദാക്കിയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ കോടതി ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. KSRTCയുടെ ഏതെങ്കിലും ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഈ ഡ്രൈവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് അച്ചടക്ക നടപടികൾ എടുക്കുന്നതിന്, കാര്യകാരണ സഹിതം എടുക്കുന്നതിന് മറ്റു യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. പക്ഷേ ഈ കുടിവെള്ളം എടുക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഇത്തരത്തിലൊരു സ്ഥലമാറ്റ നടപടി അത് ശരിയല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ. ഇപ്പോൾ AK സ്റ്റെഫിൻ കൂടി ചേരുകയാണ്. സ്റ്റെഫിൻ, KSRTCയുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എടുക്കുന്ന ചില നടപടികളെങ്കിലും വിമർശനം ക്ഷണിച്ചു വരുത്തിയിരുന്നു. അതിലൊന്നാണ് ഇത്. നേരത്തെ MVDയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗം തുടങ്ങി അങ്ങോട്ട് എയർ ഹോൺ നിരോധിച്ചതുമായി ബന്ധപ്പെട്ടതടക്കമുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ. അതിൽ ഏറ്റവും പ്രമാദമായ ഒന്നായിരുന്നു ഈ KSRTC ബസ്സിൽ കുപ്പി സൂക്ഷിച്ചതിനെ തുടർന്ന് എടുത്തിട്ടുള്ള നടപടി. ഇപ്പോൾ ആ നടപടി ഹൈക്കോടതി റദ്ദാക്കുന്നതോടുകൂടി മന്ത്രിയുടെ ഈ അമിതാധികാര പ്രവണതയും നിലയ്ക്കുമോ? അഭിലാഷ്, തീർച്ചയായും ആ മന്ത്രി ആ റോഡിൽ നിരത്തിൽ കാണിച്ച ആ ഒരു നടപടി അതാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രി ഗണേഷ് കുമാറിനെ അന്ന് തന്നെ നമ്മൾ ഈ കാര്യങ്ങളിൽ തിരുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴും മന്ത്രിയുടെ ഒരു നിലപാട് താൻ ചെയ്തത് എന്തോ മഹത്തരമായ കാര്യമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഉടൻ തന്നെ ഈ ഒരു കുപ്പി ഇട്ടു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർക്കെതിരെ നടപടി എടുക്കുന്നു. പക്ഷേ കോടതിയുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തെളിവുകളാണ്. കാരണം ഈ KSRTC ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് ഡീലക്സ് ബസ്സുകളിൽ ഇത്തരത്തിൽ കുപ്പി ഘടിപ്പിക്കാൻ ഉള്ള ഉത്തരവാണ് വന്നത്, അല്ലെങ്കിൽ കുപ്പി ഇടരുത് എന്നുള്ളൊരു ഉത്തരവാണ് KSRTC ഇറക്കിയത്. അതൊരു തെളിവായി തന്നെ ഫാസ്റ്റിലോ അല്ലെങ്കിൽ മറ്റ് താഴേക്കുള്ള ബസ്സുകളിലോ ഒന്നും തന്നെ അത്തരത്തിൽ ഉത്തരവ് നിർബന്ധമല്ല. അതൊക്കെ കോടതിയിൽ കാണിച്ചു. അതോടൊപ്പം തന്നെ ഈ പ്രസ്തുത ബസ്സിൽ കുപ്പി വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല, ഹോൾഡർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് ബാധിച്ചത്. അങ്ങനെയാണ് ഒരു വലിയ തിരിച്ചടി ഇപ്പോൾ മന്ത്രിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. കാരണം റോഡിൽ നിന്നല്ല ഈ മാറ്റങ്ങളെല്ലാം തുടങ്ങേണ്ടത് എന്ന് കൃത്യമായി തന്നെ ഹൈക്കോടതി ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ കേസിൽ. നമ്മൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചെയ്യുന്ന പല കാര്യങ്ങളെയും കുറ്റം പറയുകയല്ല, പ്രധാനമായും അദ്ദേഹം പല നല്ല കാര്യങ്ങൾ ഇതിനോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട് അതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ്
ടിക്കറ്റേതര വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി പല നടപടികൾ കൊണ്ടുവന്നു. പക്ഷേ ഏറ്റവും പ്രധാനമായും ഇത്തരത്തിലുള്ള ശകാരങ്ങൾ അല്ലെങ്കിൽ നട റോഡിൽ ഉള്ള ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തൊഴിലാളി യൂണിയനുകളും എടുക്കുന്നു. അപ്പോൾ കേസിൻ്റെ നടപടിക്ക് തന്നെ ഈ ഒരു ചെറിയ വിഷയം എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം പല നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നു എങ്കിൽ പോലും ഒരു കുപ്പി കാരണം മന്ത്രിക്ക് കോടതി നടപടികളിലേക്ക് പോകേണ്ടി വന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയായിട്ടാണ് കോടതിയുടെ ഈ വിധിയെ കാണേണ്ടത്.